ഗോതമ്പൊടിയും ഒരു സവാളയും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ഏലക്കയും 2 പട്ടയും 2 കറാമ്പും കൂടെ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള വാടി വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല ഇതുപോലെ ഒന്ന് പരത്തി വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുക്കുമ്പോൾ 2 ഭാഗത്തായിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ മുട്ട ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്ത അര കഷ്ണം ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒഴിച്ചെടുത്ത മുട്ട ഇതുപോലെ 2 ഭാഗമാക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടെടുത്തതിന് ശേഷം 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് സമയം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ സവാള വാട്ടിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങിലും ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഴച്ചെടുത്ത മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കറി ഉണ്ടാക്കാൻ മാറ്റി വെച്ചതുകൊണ്ട് തന്നെ മാവൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പത്തിരി പലകമ്മ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് പൊടി വെച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചപ്പാത്തി വെച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കുമ്പിള വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ തേച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി. അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.